വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് മൊഡ്യൂൾ 2 പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഒരു പ്രിസം ഇൻക്ലൈൻഡ് ടു ബോത്ത് റെഫറൻസ് പ്ലെയിൻ്റെ പ്രോബ്ലമാണ് ചെയ്തത്. ഒരു എക്സാമ്പിൾ പ്രിസം ആയിരുന്നു. ഈ ക്വസ്റ്റ്യൻ നമുക്കൊരു പിരമിഡിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു പെൻറ്റാഗണൽ പിരമിഡ്. ഓക്കെ, ക്വസ്റ്റ്യൻ: എ പെൻറ്റാഗണൽ പിരമിഡ് എഡ്ജ് ഓഫ് ബേസ് 25 mm ആൻഡ് ഹൈറ്റ് 60 mm ഈസ് റെസ്റ്റിംഗ് ഓൺ എ കോർണർ ഓഫ് ഇറ്റ്സ് ബേസ് ഇൻ സച്ച് എ വേ ദാറ്റ് the slant edge containing that corner makes an angle of 45 degree with HP and top view of axis makes an angle of 30 degree with the XY line. Draw the projections of the pyramid. ഓക്കെ, ഒരു പെൻറ്റാഗണൽ പിരമിഡിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഗിവൻ ഡാറ്റാസ് ഒക്കെ തന്നിട്ടുണ്ട്. പിരമിഡിൻ്റെ ബേസ്, ഹൈറ്റ്, കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പം പിരമിഡ് റെസ്റ്റിംഗ് ആണ് എവിടെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കാര്യം റെസ്റ്റിംഗ് ഓൺ എഡ്ജ് ആണോ കോർണർ ആണോ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് പെൻറ്റാഗണൽ പിരമിഡാണ്. ഓക്കെ, ഒരു പെൻറ്റാഗണൽ പിരമിഡാണ്. ബേസ്, ഹൈറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. ദെൻ എവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നത് നോക്കുക. ഓക്കെ, റെസ്റ്റിംഗ് ആണ് കോർണർ ഓഫ് ഇറ്റ്സ് ബേസ്. ഓക്കെ, കോർണറിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. കോർണർ ഓഫ് ഇറ്റ്സ് ബേസ് ഓൺ HP. കോർണർ ഓൺ HP യിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പെൻറ്റാഗണൽ പിരമിഡ്. ഇതൊരു പെൻറ്റാഗണാണ്. ബേസ് നോക്കുകയാണ് ഒരു പെൻറ്റാഗണാണ്. പെൻറ്റാഗണൽ പിരമിഡ് റെസ്റ്റിംഗ് ആണ് HP ഓൺ വൺ ഓഫ് ഇറ്റ്സ് കോർണറാണ്. ഇപ്പോൾ നമുക്കറിയാം കോർണർ വേണം റൈറ്റ് സൈഡിൽ വരാൻ. അതിൻ്റെ ടോപ്പിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പിൽ കോർണർ റൈറ്റ് സൈഡ് വരുന്നത് റൈറ്റ് എൻഡിലായിരിക്കണം. അതായത് റൈറ്റ് എൻഡിൽ കോർണർ വരുന്ന രീതിയിലുള്ള ബേസ് ഫിയർ ആയിരിക്കും വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കോർണർ റൈറ്റ് സൈഡ് വെച്ച് ബേസ് ഫിയർ വരയ്ക്കും. ദെൻ നമുക്ക് വേണ്ടത് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ HP-യുടെ ഇൻക്ലിനേഷൻ. ഓക്കെ, പറഞ്ഞാൽ സ്ലാൻഡ് എഡ്ജ് കണ്ടെയ്നിങ് ദാറ്റ് കോർണർ മേക്സ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി വിത്ത് HP. സ്ലാൻഡ് എഡ്ജ് കണ്ടെയ്നിങ് ദാറ്റ് കോർണർ എന്ന് വെച്ചാൽ ഇതാണ് റെസ്റ്റ് ചെയ്യുന്ന കോർണർ. ഇവിടെ നോക്കുമ്പോൾ ഇതാണ് റെസ്റ്റ് ചെയ്യുന്ന കോർണർ. ആ കോർണർ ഇൻക്ലൂഡ് ചെയ്ത സ്ലാൻഡ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ എഡ്ജ്. ഓക്കെ, അപ്പോൾ സ്ലാൻഡ് എഡ്ജ് കണ്ടെയ്നിങ് ദാറ്റ് കോർണർ ഇൻക്ലൈൻഡ് ആൻഡ് ആംഗിൾ ഓഫ് 45 ഡിഗ്രി വിത്ത് HP. അതായത് ഈ സ്ലാൻഡ് എഡ്ജ്, ഈ കോർണർ ഇൻക്ലൂഡ് ചെയ്യുന്ന സ്ലാൻഡ് എഡ്ജ് നേരെ 45 ഡിഗ്രി ആംഗിൾ. അതായത് ഇവിടുത്തെ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി ആയിരിക്കണം. ഈ ആംഗിൾ 45 ഡിഗ്രി ആകുന്ന രീതി സ്ലാൻഡ് എഡ്ജ് ഇൻക്ലൈൻ ചെയ്യിപ്പിക്കുക. അതാണ് അടുത്ത കണ്ടീഷൻ. ദെൻ പറഞ്ഞു ടോപ്പ് വ്യൂ ഓഫ് ആക്സിസ്. ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് തൊട്ട് ഇതിൻ്റെ സെൻറ്റർ വരെ. അതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് 30 ഡിഗ്രി വിത്ത് VP. അതായത് ഇപ്പോൾ ടോപ്പ് വ്യൂ ഓഫ് ആക്സിസ് VPക്ക് ഇരിക്കുന്നത്. ആ കണ്ടീഷനിൽ നിന്ന് മാറ്റുക. അവിടെ നേരെ 30 ഡിഗ്രി ഈ സൈഡിലേക്കോ. ഓക്കെ, അല്ലെങ്കിൽ ഈ സൈഡിലേക്ക് 30 ഡിഗ്രി അല്ലെങ്കിൽ ഈ സൈഡിലേക്ക് 30 ഡിഗ്രി. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഫിഗറിനെ ഫ്രണ്ട് ടോപ്പ് ചെയ്യും. ഇത് ഈ ഒരു കണ്ടീഷൻ. ഫസ്റ്റ് നമ്മൾ കോർണർ റൈറ്റ് സൈഡ് വെച്ചു, ബേസ് ഫിയർ വരച്ചു. ദെൻ ആ സ്ലാൻഡ് എഡ്ജ് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആക്കി വരയ്ക്കണം. ദെൻ ലാസ്റ്റ് ഈ ഒരു കണ്ടീഷനിലെ ഫിഗർ ആയിരിക്കണം ഫ്രണ്ട് ടോപ്പ് ചെയ്യാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, നമുക്കപ്പോൾ നേരെ വരയ്ക്കാം. ഓക്കെ, ബേസ് ഫിയർ അങ്ങനെ വരയ്ക്കണം എന്നുള്ള ഐഡിയ കിട്ടി. ദെൻ സ്ലാൻഡ് എഡ്ജ് കണ്ടെയ്നിങ് ദാറ്റ് കോർണർ. ഓക്കെ, ബാക്കി കണ്ടീഷൻ. ഫസ്റ്റ് നമുക്ക് ബേസ് ഫിഗറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പെൻറ്റാഗണാണ്, നേരെ ബേസ് ഫിഗർ വരയ്ക്കാം. ഓക്കെ, എക്സെല്ലാം വരച്ചു. ബേസ് ഫിഗർ നോക്കുമ്പോഴത്തേക്കും കോർണർ റൈറ്റ് സൈഡ് കാണണം. അതായത് കോർണറിലാണ് റെസ്റ്റ് ചെയ്യുമ്പോൾ കോർണർ റൈറ്റ് സൈഡ് കാണണം. കോർണർ റൈറ്റ് സൈഡ് കാണണമെങ്കിൽ എഡ്ജ് XY ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് എഡ്ജ് എടുത്ത് സ്റ്റാർട്ട് ചെയ്താൽ കോർണർ നാച്ചുറലി റൈറ്റ് സൈഡ് വരും. ഓക്കെ, അപ്പോൾ പെൻറ്റാഗൺ വരയ്ക്കാം. പെൻറ്റാഗണിൻ്റെ എഡ്ജ് ഓഫ് ബേസ് എഡ്ജ് എന്ന് പറഞ്ഞാൽ 25 mm ആണ്, ഹൈറ്റ് 60 mm ആണ്. ഓക്കെ, അപ്പോൾ 25 mm ബേസ് എഡ്ജ് ഉള്ളൊരു പെൻറ്റാഗൺ വരയ്ക്കാം. XY ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് 25 mm മാർക്ക് ചെയ്തു. ഓക്കെ, നമുക്ക് പെൻറ്റാഗൺ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, 25 mm ദെൻ 108 ഡിഗ്രി എടുത്ത് പോകും.
ഓക്കെ, അപ്പോൾ പെൻറ്റഗൺ വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റിൻ്റെ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഈ കോർണറിൽ നിന്ന് ഓപ്പോസിറ്റ് ലൈനിൻ്റെ മിഡ് പോയിന്റിലേക്ക് ലൈൻ വരയ്ക്കുക. അതുപോലെ രണ്ട് കോർണറിൽ നിന്ന് വരയ്ക്കുമ്പോൾ നമുക്ക് ആ സെൻറ്റർ കിട്ടും. കറക്റ്റ് മിഡ് പോയിന്റിലേക്ക് വേണം വരയ്ക്കാൻ. ഓക്കെ, അപ്പം സെൻറ്റർ ലൊക്കേറ്റ് ചെയ്തു. ദെൻ പിരമിഡാണ്. ഈ ലൈൻസ് വിസിബിൾ ആയിരിക്കും. അതായത് അപ്പെക്സിലേക്ക് ബേസ് എഡ്ജ് ചെയ്യുന്നു, അപ്പെക്സിലേക്കുള്ള ലൈൻസ് സ്ലാൻഡ് ഹൈറ്റ് ആണ്. സ്ലാൻഡ് എഡ്ജുകളെല്ലാം വിസിബിൾ ആയിരിക്കും. ദെൻ നെയിം ചെയ്യുക. ഒറ്റ ബേസേ ഉള്ളൂ, പിരമിഡാണ്, അപ്പോൾ ഒരു ബേസേ ഉള്ളൂ. ABCD എന്നുള്ള നെയിമിങ് മാത്രം മതി. നെയിമിങ് നേരെ ഫ്രണ്ടിൽ വയ്ക്കുന്നുണ്ട്. ഓക്കെ, ആക്സിസിൻ്റെ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട്. 60 mm ആണ് ആക്സിസിൻ്റെ ഹൈറ്റ്. 60 mm ആക്സിസിൻ്റെ ഹൈറ്റ് എടുക്കാം. ദെൻ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ചെയ്യാം. ഇതായിരിക്കും എൻ്റെ ഫസ്റ്റ് ഫ്രണ്ട് വ്യൂ ടോപ്പ്. നെയിം ചെയ്യാം. A', B', C', D', ദെൻ ഇവിടെ O'. ഞാൻ നെയിം ചെയ്യാം. അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സ്ലാൻഡ് എഡ്ജ് കണ്ടെയ്നിങ് ദാറ്റ് കോർണർ, അതായത് HP-യിൽ റെസ്റ്റ് ചെയ്യുന്ന കോർണർ. ഇവിടെ നമ്മൾ റൈറ്റ് സൈഡ് വെച്ചിരിക്കുന്നത് C ആണ്. അപ്പോൾ C-യിലായിരിക്കും ഇങ്ങോട്ട് ചരിച്ച് കഴിഞ്ഞാൽ, അതായത് ഈ പിരമിഡ് ഇങ്ങനെ ഇൻക്ലൈൻ ചെയ്യിപ്പിച്ചാൽ C-യിലായിരിക്കും റെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ C ഇൻക്ലൂഡ് ചെയ്യുന്ന സ്ലാൻഡ് എഡ്ജ് എന്ന് പറഞ്ഞാൽ O', C'. ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് 45 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് 45 ഡിഗ്രി ഇംഗ്ലണ്ട് ആയിട്ടൊരു ലൈൻ വരയ്ക്കാം. 45 ഡിഗ്രി ഇംഗ്ലണ്ട് ആയിട്ടൊരു ലൈൻ വരച്ചു. ദെൻ ഈ ലൈനിൽ വേണം O', C' മാർക്ക് ചെയ്യാൻ. അതായത് HP-യിൽ റെസ്റ്റ് ചെയ്യുന്ന കോർണർ ഇൻക്ലൂഡ് ചെയ്യുന്ന സ്ലാൻഡ് എഡ്ജ്, അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം അത് O', C' ആണ്. ഓക്കെ, O', C' ലെങ്ത് എടുക്കുക. C' XL തന്നെ ആയിരിക്കണം. ഓക്കെ, O', C' മാർക്ക് ചെയ്തു. ദെൻ ബാക്കി ട്രയാങ്കിൾ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ബാക്കി ലെങ്ത് എടുക്കുക. ഓക്കെ, അപ്പം ഫസ്റ്റ് ഇൻക്ലിനേഷൻ, അതായത് സെക്കൻഡ് ഫ്രണ്ട് വ്യൂ ഏകദേശം കംപ്ലീറ്റ് ആയി. അത് ഈ ഒരു ട്രയാങ്കിളിനെ 45 ഡിഗ്രി ഇംഗ്ലണ്ട് ആക്കി. സ്ലാൻഡ് എഡ്ജ് XL 45 ഡിഗ്രി ഇംഗ്ലണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആ കണ്ടീഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് ഈ ആംഗിൾ 45 ഡിഗ്രി എടുത്ത് നേരെ ഇംഗ്ലണ്ട് ആക്കി. നമുക്ക് ബാക്കി പോയിന്റ്സുകൾ ലൊക്കേറ്റ് ചെയ്യാം. ആക്സിസിൻ്റെ പോയിന്റും ഒരു എഡ്ജ് ഉണ്ട്, ആ എഡ്ജോടെ ലൊക്കേറ്റ് ചെയ്യാം. നെയിം ചെയ്യാം. നേരത്തെ ചെയ്താൽ ഒരു 1 ആഡ് ചെയ്ത് നെയിം ചെയ്ത് പോവുക. ഇവിടെ വേണം നമുക്കൊരു O'' കൊടുക്കാം, പ്രശ്നമില്ല. സെൻട്രൽ പോയിന്റ്സ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ നമുക്ക് ഈ പോയിന്റ്സ് എല്ലാം നേരെ വെർട്ടിക്കലി താഴേക്ക് ഡ്രോപ്പ് ചെയ്യണം. എല്ലാ പോയിന്റ്സും കറക്റ്റ് വെർട്ടിക്കലി ഡ്രോപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടുത്തെ പോയിന്റ്സ് എല്ലാം റൈറ്റിലേക്ക് എടുക്കണം. പാരലലി തന്നെ വേണം എടുക്കാൻ. ഇനി കറസ്പോണ്ടിങ് പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യാം. A1, B1, C1, D1, this one will be E1. then ഇവിടുത്തെ സെൻറ്റർ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം O1. then ഇവിടുത്തെ സെൻറ്റർ O1. ഓക്കെ, ഫസ്റ്റ് എക്സിയർ ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെയാണ് നമ്മൾ ഡാർക്കായിട്ട് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇത്ര എക്സിയർ ആണ്. നേരെ O.
ഓക്കെ, ഫസ്റ്റ് ഔട്ട്ലൈൻ അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം ഡാർക്കായിട്ട് ജോയിൻ ചെയ്ത് ദെൻ നമുക്ക് ബേസ് വിസിബിൾ ആണോ എന്ന് നോക്കണം. ബേസ് വിസിബിൾ ആണോ എന്ന് നോക്കാൻ വേണ്ടി ഈ ഡയറക്ഷനിലാണ് നമ്മൾ ഒബ്സർവർ. ഓക്കെ, അപ്പം ഈ ഡയറക്ഷൻ നോക്കുമ്പോൾ ബേസ് വിസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ബേസ് ഡോട്ടഡ് ആക്കുക. ദെൻ നമ്മൾ നോക്കുമ്പോൾ ഒ എയും ഒ ഇയും ഒബ്സർവറിന് നിയറാണ്. അപ്പോൾ ഒ എയും ഒ ഇയും വിസിബിൾ ആയിരിക്കും. ഒന്നെങ്കിൽ അങ്ങനെ ആലോചിക്കുക, അല്ലെങ്കിൽ രണ്ട് വിസിബിൾ പോയിന്റ്സ് ജോയിൻ ചെയ്യുന്നത്, അതായത് ഈ വിസിബിൾ ആണ്, ഒ വിസിബിൾ ആണ്. അപ്പോൾ രണ്ട് വിസിബിൾ പോയിന്റ്സ് ആണ്, ആ ജോയിൻ ചെയ്യുന്ന ലൈൻസ് എപ്പോഴും വിസിബിൾ ആയിരിക്കും എന്നുള്ള രീതിയിൽ തിങ്ക് ചെയ്താലും മതി. ദെൻ ഇത്ര വരച്ച് കഴിഞ്ഞാൽ ആക്സിസ് ലൈനോട് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ടോപ്പിംഗ് കംപ്ലീറ്റ് ആയി. ഓക്കെ, ദെൻ ഫൈനൽ കണ്ടീഷൻ നോക്കുക. ഫൈനൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ടോപ്പി ഓഫ് ആക്സിസ് മേക്സ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിത്ത് XY ലൈൻ. ശ്രദ്ധിക്കുക, ടോപ്പി ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ബീറ്റയാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ 5 ആയിരുന്നു, ഈ ക്വസ്റ്റ്യൻ ബീറ്റയാണ് തന്നിട്ടുള്ളത്. ടോപ്പി ഓഫ് ആക്സിസ്, ഇതാണ് ആക്സിസിൻ്റെ ടോപ്പ് വ്യൂ. ഇതിന് നേരെ എന്ത് ചെയ്യുക, 45 ഡിഗ്രി, 45 ഡിഗ്രി അല്ല 30 ഡിഗ്രിയാണ് ക്വസ്റ്റ്യനിൽ. ഇപ്പോൾ ടോപ്പി ഓഫ് ആക്സിസ് ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു XY ലൈൻ. ഈ ആക്സിസിന് നേരെ XY ലൈൻ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആക്കി വേണം ഫൈനൽ ഫിഗർ വരയ്ക്കാം. ഓക്കെ, അതിന് വേണ്ടി ഒരു 30 ഡിഗ്രി ലൈൻ മാർക്ക് ചെയ്യാം. ഒരു 30 ഡിഗ്രി ലൈൻ. ഓക്കെ, ഈ ലൈനിൽ വേണം ആക്സിസ് മാർക്ക് ചെയ്യാൻ, ടോപ്പി ഓഫ് ആക്സിസ്. ഓക്കെ, ആക്സിസ് നേരെ എടുക്കുക. ഈ ബീറ്റയാണ് തന്നിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക, കാരണം വരുന്ന വീഡിയോസിൽ നമുക്ക് ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യേണ്ട വീഡിയോസ് വരും. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് നോട്ട് ചെയ്തിരിക്കുക. ഓക്കെ, അപ്പം സെൻറ്റർ നമുക്ക് ഓ എടുക്കുമ്പോൾ ഫുൾ ഫിഗർ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ലെങ്തിൽ തന്നെ ഓ എടുക്കാം. ഓക്കെ, മാക്സിമം ലെങ്ത് ഓ സി ഇവിടം വരെയാണ് വരിക. കുറച്ചുകൂടെ താഴെ എടുക്കാം. അപ്പോൾ സ്പേസ് കിട്ടിയില്ലെങ്കിലോ എന്നുള്ളതുകൊണ്ട് നമുക്ക് സെൻറ്റർ ഇവിടെ മാർക്ക് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് ഇവിടെ. ഇപ്പോൾ ഇതാണ് O2 ഏറ്റവും എക്സ്റ്റീരിയർ ആയിട്ടുള്ള പോയിന്റ്. നമുക്ക് ആക്സിസിൻ്റെ ലെങ്ത് ആണ് വേണ്ടത്. ഓക്കെ, ആക്സിസ് ലെങ്ത് എടുക്കാം. 40 ഡിഗ്രി ലൈനിൽ 30 ഡിഗ്രി ലൈനിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആക്സിസ് ഇവിടുത്തെ O2 കംപ്ലീറ്റ് ആയി. ദെൻ നമുക്ക് സിയുടെ ലെങ്ത്, സിയും കൂടെ ലൊക്കേറ്റ് ചെയ്യാം. സി ലൈനിലായതുകൊണ്ട് സി ഡയറക്റ്റ് ലൊക്കേറ്റ് ചെയ്യാം. ഓക്കെ, സി ലെങ്ത് എടുക്കുക, O തൊട്ട് സി വരെ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പം C2 കിട്ടി. ഓക്കെ, ദെൻ നമുക്ക് ഈ ഡിയും ബിയും ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ പെർപെൻഡിക്കുലർ, അതായത് ഡി ബിയും ഈ ലെങ്ത് എടുക്കാം. ഇവിടെ തൊട്ട് ഡിയുടെയും ബിയുടെയും ലൈൻ, അതായത് ഈ ഒരു തിൻ ലൈൻ, ഈ ഒരു ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചാൽ ഡിയും ബിയും അവിടെയാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് നേരെ കറക്റ്റ് 7 ഡിഗ്രി എടുത്ത് വേണം വരയ്ക്കാൻ. ഞാനിപ്പോൾ പെട്ടെന്ന് വരച്ചു പോവുകയാണ്. ആണ് നമ്മളിപ്പം ലൊക്കേറ്റ് ചെയ്ത ലൈൻ. ഇത് നേരെ ആയിരിക്കും. ദെൻ O ഉണ്ട്. അതുപോലെ ഏറ്റവും എക്സ്റ്റീരിയർ ആയിട്ടുള്ള ലൈൻ എന്ന് പറയുന്നത് O. നേരത്തെ ലൈൻസ് ഉള്ളതുകൊണ്ടാണ് കൺഫ്യൂഷൻ വന്നത്. ഓക്കെ, അത് ഒഴിവാക്കാം. ഓക്കെ, ഇതാണ് ലാസ്റ്റ് ലൈൻ. അവിടെ നമ്മൾ പെർപെൻഡിക്കുലറിൽ ലൈൻ മാർക്ക് ചെയ്ത് ആ പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പോൾ അതിൽ 2 പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്താൽ കഴിഞ്ഞു. ഡി ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും ബിയിലും വരിക. ഓക്കെ, അപ്പം അത്രയും പോയിന്റ്സ് നമുക്ക് ബേസിലെ കംപ്ലീറ്റ് പോയിന്റ്സ് നമുക്ക് കിട്ടി. 5 പോയിന്റ്സ് ആയിരുന്നു. ഈ പോയിന്റ് എന്ന് പറഞ്ഞത് D2, E2, A2, B2. പഴയതുപോലെ തന്നെ വിസിബിലിറ്റി നോക്കി വരയ്ക്കാം. ഓക്കെ, നമ്മളപ്പം
ഈ ഫിഗർ 30 ഡിഗ്രി ആംഗിൾ 30 ഡിഗ്രിയാണ്. ടോപ്പ് വ്യൂ ഓഫ് ആക്സിസിൻ്റെ ആംഗിൾ ആയിരുന്നു. ഇപ്പോൾ ടോപ്പ് വ്യൂ എന്നുള്ള ആക്സിസിൻ്റെ ടോപ്പ് വ്യൂ നമ്മൾ നേരെ 30 ഡിഗ്രി ഇംഗ്ലണ്ട് ആക്കി വരച്ച് ദെൻ ഫൈനൽ സ്റ്റെപ്പ് ചെയ്യാം. എല്ലാ പോയിൻറ്റ്സും മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. സെൻറ്റർ ഓയുടെ ലൈനോടെ മുകളിലേക്ക് എടുക്കാം. ഓക്കെ, എല്ലാ പോയിൻറ്റ്സും നമ്മൾ മുകളിലേക്ക് എടുത്തു. ദെൻ ഇവിടെ നിന്നുള്ള പോയിൻറ്റ്സ് എല്ലാം റൈറ്റിലേക്ക് എടുത്തു. ഓക്കെ, ഓരോ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാം. എന്ന് പറയുന്നത് O2 ഡാഷ്, ദെൻ ബേസിൽ ഓരോ പോയിൻറ്റ്സ് A2 ഡാഷ്, B2 ഡാഷ്, CX ലൈനിലാണ്, C2 ഡാഷ്, D2 ഡാഷ്, E2 ഡാഷ്, ദെൻ ഇവിടുത്തെ ഓയും കൂടെ ലൊക്കേറ്റ് ചെയ്യാം. ഇതാണ് O2 ഡാഷ്. പഴയതുപോലെ എക്സ്റ്റേണൽ ആയിട്ടുള്ള പോയിൻറ്റ്സ് എല്ലാം ജോയിൻ ചെയ്യാം. B, C, D അകത്ത് വരുന്നതാണ്. D ഇപ്പോൾ ജോയിൻ ചെയ്യുന്നില്ല. ഓക്കെ, എക്സ്റ്റീരിയർ ആയിട്ടുള്ള പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഔട്ട്ലൈൻസ് എല്ലാം നമ്മൾ ഡ്രോ ചെയ്തു. ദെൻ ബേസ് വിസിബിൾ ആണോ നോക്കാം. ഇവിടെ ബേസ് വിസിബിൾ ആണോ നോക്കാൻ വേണ്ടി ചെയ്യുന്നത് ഒബ്സർവർ ഈ ഡയറക്ഷനിലാണെന്നാണ് അസ്യൂം ചെയ്യുന്നത്. അതായത് ഒബ്സർവർ താഴെ മുകളിലേക്കാണ് നോക്കുന്നത്. ദെൻ ബേസ് വിസിബിൾ ആയിരിക്കില്ല. സോ ബേസിലെ ബാക്കി പോയിൻറ്റ്സ് എല്ലാം ഡോട്ടഡ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം. ഇതാണെങ്കിൽ 30 ഡിഗ്രി എടുത്ത് ഇങ്ങോട്ട് എടുത്തതിന് വരാം, തിരിച്ചിങ്ങോട്ട് എടുക്കാം. അപ്പം കണ്ടീഷൻ വേറെ ആവും, ബേസ് വിസിബിൾ ആവുമോ നോക്കുക. അതുപോലെ ഇവിടെ വേണേൽ ബേസ് വിസിബിൾ ആകാം. നമുക്ക് ക്വസ്റ്റ്യനിലൊന്നും പറയാത്തതുകൊണ്ട് ഏത് കണ്ടീഷൻ വേണമെങ്കിലും എടുക്കാം. ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്താൽ ആ ഒരു കണ്ടീഷൻ എടുത്ത് വരയ്ക്കേണ്ടി വരും. ദെൻ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ OB വിസിബിൾ ആയിരിക്കും. കാരണം OB നിയറസ്റ്റ് ആണ്, ഒബ്സർവർ നിയറസ്റ്റ് ആണ്. OBയും ഡാർക്ക് ആക്കുക. ബാക്കി ലൈൻസ് എല്ലാം ഡോട്ടഡ് ആണ്. അതായത് OD, OE എന്ന് പറയുന്ന ലൈൻസ് എല്ലാം ഡോട്ടഡ് ആണ്. ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ലൈൻസ് ആണ് OE, OD. അപ്പോൾ അത്രയും ഡോട്ടഡ് ആക്കുക. ദെൻ ആക്സിസ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയും ചെയ്യുമ്പോഴാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുക. ഫസ്റ്റ് നമ്മൾ ബേസ് വെയർ വരച്ചു. ദെൻ HPD ഇംഗ്ലേഷൻ, സ്ലാൻഡ് എഡ്ജിൻ്റെ ഇംഗ്ലേഷനാണ് പറഞ്ഞിരിക്കുന്നത്. 45 ഡിഗ്രിയാണ് സ്ലാൻഡ് എഡ്ജ് എന്ന് പറഞ്ഞു. സ്ലാൻഡ് എഡ്ജ് നമ്മൾ 45 ഡിഗ്രി എടുത്ത് ഫ്രണ്ട് വരച്ചു. ദെൻ ലാസ്റ്റ് കണ്ടീഷൻ ടോപ്പ് വ്യൂ ഓഫ് ആക്സിസ് മേക്സ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി. ആക്സിസിൻ്റെ ടോപ്പ് വ്യൂ നേരെ 30 ഡിഗ്രി ഇംഗ്ലണ്ട് ആയിട്ട് വരച്ചു. ഫൈനൽ ഫ്രണ്ട് വരച്ചു. ഓക്കെ, അപ്പോൾ ഇത്ര ചെയ്ത് ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുന്നു. ഡയമെൻഷനോട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവും. പിന്നെ ഇത്ര ഉള്ള ഈ വീഡിയോയിൽ നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. താങ്ക് യു.